നമസ്കാരം. മധുരമിട്ട യൂട്യൂബ് ചാനലിലേക്ക് പുതിയ അതിഥിയുമായി ഞങ്ങളിന്ന് എത്തുകയാണ്. നിങ്ങൾക്ക് മുമ്പിൽ ഒരു സന്തുഷ്ട കുടുംബമാണ്. യങ് ഫാമിലി, നല്ല അടിച്ച് പൊളിച്ച് നടക്കുന്ന കുറച്ച് പിള്ളേരുടെ കാര്യങ്ങളാണ് ഈ പ്രാവശ്യം ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എന്താ കാണണല്ലേ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും ഈ കുടുംബത്തോടൊപ്പം നമുക്കൊന്ന് ചേരാം. ഈ കുടുംബത്തെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ തച്ചമ്പാറക്കാരുണ്ട്. തച്ചമ്പാറയുടെ ഏറ്റവും വലിയ അഭിമാന താരമാണ്. അഭിമാന താരത്തെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, വ്യത്യസ്തമായ ഒരു മേഖലയിൽ തൻ്റേതായ കഴിവ് തെളിയിച്ച ഒരു കൊച്ചുമിടുക്കി, നമ്മുടെ നാട്ടുകാരി, തച്ചമ്പാറക്കാരിയാണെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ മിടുക്കിയുടെ ഫോട്ടോയും വാർത്തയും പത്രത്തിൽ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ആ കുട്ടിയെപ്പറ്റി അന്വേഷിച്ചു. വളരെ ആകാംക്ഷപൂർവ്വമാണ് ആ കുട്ടിയെ ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞത്. പക്ഷെ പരിചയപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തിൻ്റെ മോളാണെന്നുള്ളത് അറിയുന്നത്. കാരണം വാർത്തയിൽ കണ്ടപ്പോൾ മലപ്പുറം എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എവിടെയുള്ള കുട്ടിയാണെന്ന് വിചാരിച്ചത്. പക്ഷേ തച്ചമ്പാറക്കാരി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. എന്തായാലും ഇന്ന് ആ അതിഥിയുടെ വീട്ടിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ 14-ാം വാർഡിൽ നെടുമണ്ണ് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്തായ രാധാകൃഷ്ണൻ്റെയും ഉഷയുടെയും മകളാണ്, രണ്ടാമത്തെ മകളാണ് രേഷ്മ. ഏതായാലും ആ കൊച്ചുമിടുക്കിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, എൻ്റെ പേര് രേഷ്മ. ഞാൻ തച്ചമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട് നെടുമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തച്ചമ്പാറ പഞ്ചായത്തിൽ. തച്ചമ്പാറക്കാരിയാണ്. ഹസ്ബൻഡിൻ്റെ പേര് ദിനേശ്, അച്ഛൻ്റെ പേര് രാധാകൃഷ്ണൻ, നമ്മുടെ പേര് ഉഷ. ഞങ്ങൾ 3 മക്കളാണ്. 3 മക്കളിൽ ഏറ്റവും ചെറിയ ആളാണ് ഞാൻ. ബ്രദർ, സിസ്റ്റർ. പഠിച്ചിരുന്നത് തച്ചമ്പാറ. 10 വരെ തച്ചമ്പാറ സ്കൂളിലായിരുന്നു. +1 +2 കാരാവർഷി. അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫീൽഡിലോട്ട് ഞാൻ ഇറങ്ങിയത്. ഈ ഫീൽഡിലോട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞു. ഫസ്റ്റ് കോമ്പറ്റീഷൻ ചെയ്യുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. ഞാൻ ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്തതും വർക്കൗട്ടും കാര്യങ്ങളെല്ലാം മലപ്പുറത്താണ്. കുറേ വർഷമായിട്ട് അവിടെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ നാട്ടിലോട്ട് അധികം ടച്ച് കുറവാണ്. ഇപ്പോൾ ഞാനിപ്പോൾ 2 മലപ്പുറം, 1 പാലക്കാട്, 2 കേരള, ഇപ്പോൾ ഇന്ത്യ. അതെ, ഇന്ത്യ ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ലാസ്റ്റ് കിട്ടിയത് ഇന്ത്യ ആയിരുന്നു. ഇന്ത്യയിൽ ടൈറ്റിൽ അടിച്ചു. ബ്യൂട്ടീഷ്യൻ കോഴ്സ് ആണല്ലോ രേഷ്മ പഠിച്ചത്. അതെ. പക്ഷെ പിന്നെ എങ്ങനെയാണ് ഈ ബോഡി ബിൽഡിങ്ങിലേക്ക് മാറിയത്? എന്താണ് അതിനുള്ള ഒരു പ്രചോദനം, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം എങ്ങനെയാണ്? എന്താണ് ഇങ്ങനെ ഒരു ധാരാണ് അതിലേക്ക് തിരിച്ചു വിട്ടത്? അതിനെപ്പറ്റി ഒന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എൻ്റെ ഒരു ഡോക്ടറാണ്. എനിക്ക് PCOD ഉണ്ടായിരുന്നു. ലേഡീസിന് പൊതുവെ വരുന്നൊരു അസുഖമാണ് PCOD. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിന്ന് ഞാൻ അവിടെ ഫസ്റ്റ് പോയ ജിമ്മിൽ ട്രെയിനർ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു, കോമ്പറ്റീഷൻ ഇറങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. കുറച്ച് നേരം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ട്, ഇത്രയല്ല ഇതിലും മെലിഞ്ഞിട്ടൊരാളായിരുന്നു. ചെറുതാകുമ്പോഴേ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോമ്പറ്റീഷൻ ഇറങ്ങാം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഇറങ്ങാമെന്ന് സമ്മതിച്ച് അങ്ങനെ ഇറങ്ങി. ഫസ്റ്റ് മലപ്പുറത്ത് ഇറങ്ങിയത് അതിൽ ഫിസിക്കൽ തന്നെയായിരുന്നു ഇറങ്ങിയത്. ഫിസിക്കൽ ഫസ്റ്റ് റണ്ണറപ്പായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ തന്നെ കേരളം പോകാൻ പേടിയായിരുന്നു കുറച്ചൊക്കെ. ഫസ്റ്റ് ടൈം ഒരു ടെൻഷൻ ആവുമല്ലോ ഫസ്റ്റ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ. കേരള പോയി, കേരളത്തിലും ഫസ്റ്റ് അടിച്ചു. അത് കഴിഞ്ഞ് ആ വർഷത്തെ കഴിഞ്ഞു. നെക്സ്റ്റ് ഇയർ സെയിം മലപ്പുറത്തായിരുന്നില്ല, ഞാൻ നാട്ടിലായിരുന്നു കുറച്ചു കാലം. അപ്പോൾ പിന്നെ പാലക്കാട് ഇറങ്ങിയത്. പാലക്കാട് ടൈറ്റിൽ അടിച്ചു. പാലക്കാട് നമ്മുടെ പണിക്കർ അസോസിയേഷനിലായിരുന്നു അന്ന് ഇറങ്ങിയത്. അപ്പോൾ അവിടെ ടൈറ്റിൽ അടിച്ചു. അതിൻ്റെ തന്നെ കേരള പോയി. കേരളയ്ക്ക് 2nd പ്രൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്രാവശ്യം പിന്നെ മലപ്പുറം ഇറങ്ങി, അതിലും ടൈറ്റിൽ അടിച്ചു. അതെ, ഞാൻ പരമാവധി ഒരു ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പിന്നെ ഇതിനോടൊരു ഇൻട്രസ്റ്റ് കയറി വന്നു. അതെ, വർക്കും ഇതും കൂടി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഫുഡും ഡയറ്റും പ്ലാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ടഫാണ്. എൻ്റെ ട്രെയിനർ ശരിക്കും ഇവിടെ ഉള്ള ആളല്ല, എടപ്പാളാണ്. നമ്മളിങ്ങനെ കോമ്പറ്റീഷന് പോയി പരിചയപ്പെട്ട ഒരാളാണ്. ആളുടെ പേര് ഡാനി എന്നാണ്. അപ്പോൾ ആളാണ് എനിക്ക് ഡയറ്റ് പ്ലാനും
കാര്യങ്ങളെല്ലാം എല്ലാം തരുന്ന ആളാണ്. നമുക്ക് എല്ലാം എന്നും കോൾ ചെയ്ത് അയാൾ നല്ലപോലെ ട്രെയിൻ ചെയ്യിപ്പിക്കും. നമുക്ക് കറക്റ്റ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു 2.5 വർഷമായി, 2.5 വർഷത്തിന് മേലെയായി ആളത്. കറക്റ്റ് പറഞ്ഞാൽ വർക്കൗട്ട് തുടങ്ങി 4 വർഷമായിട്ടുണ്ടാവണം. സാധാരണ ഈ രംഗത്തേക്ക് വരാൻ പെൺകുട്ടികളൊക്കെ മടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അങ്ങനെ ആ രീതിയിലാണ്. ആ സമയത്താണ് രേഷ്മ ഈ രംഗത്തേക്ക് വന്നത്. അപ്പോൾ നമുക്കൊക്കെ വളരെ അഭിമാനമാണ്, സന്തോഷമാണ്. പക്ഷെ എങ്കിലും ആ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ അതിനുള്ള ഒരു തന്നിടം കാണിച്ചതിൽ വളരെ അഭിമാനമാണ്. എന്താണ് അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഈ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് അറിയാം. നമ്മുടെ പാലക്കാട് ഒരു ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടുമ്പുറത്തൊന്നും ആർക്കും പിടിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അമ്മയായാലും അച്ഛനായാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവർ പിന്നെ പറഞ്ഞു അത് പിന്നെ ഹസ്ബൻഡ് ഇനിയിപ്പോൾ അവർ സപ്പോർട്ട് ചെയ്തില്ല, ഹസ്ബൻഡ് പറയും അവളുടെ ഇഷ്ടമല്ലേ, അവളുടെ ലൈഫ് അവൾ തന്നെ ജീവിച്ച് തീർക്കട്ടെ, അങ്ങനെ പറയുന്ന ഒരാളായതുകൊണ്ട് പൊതുവെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ അത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് കോമ്പറ്റീഷൻ എല്ലാവരും നാട്ടിൽ നിന്നായാലും എല്ലാവരും അയ്യേ ഇതെന്തപ്പോൾ ഈ കൊച്ചി ഇങ്ങനെ കിട്ടി ഇറങ്ങുന്നേ എന്നുള്ളൊരു ഇതായിരുന്നു. അതെ അതെ. ഇപ്പം ഇന്ത്യ കഴിഞ്ഞ് ഫ്ലെക്സ് വന്നപ്പോഴും ഇതേ എക്സ്പ്രഷൻ ആയിരുന്നു, ഒരു വ്യത്യാസമില്ല. മാറിയിട്ടില്ല, സത്യമായിട്ടും മാറിയിട്ടില്ല. നമ്മുടെ വീട്ടിലൊരുത്തൊക്കെ ചോദിക്കുമല്ലോ, അയ്യേ ഇവിടെ എന്ത് കോലത്തിൽ ഇറങ്ങിയേ എന്നുള്ള ചോദ്യം ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടാവും. അതെ അതെ, ആരെങ്കിലും ഒരാളെ ഇറങ്ങി തിരിക്കുക തന്നെ വേണം. അതെ അതെ. അത് നമ്മൾ അഭിമാനത്തോടെ തന്നെ ചെയ്യണം. അത് ഇപ്പോൾ പുതിയ തലമുറയിലുള്ള കുട്ടികൾ പൊതുവെ എല്ലാവരും ഇപ്പോൾ ഈ പല രംഗത്തേക്കും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ജിമ്മിലൊക്കെ ഒരുപാട് പെൺകുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഇത് പറയാനുള്ള രേഷ്മയുടെ എന്തെങ്കിലും അവർക്ക് ജിമ്മിലോട്ട് വരാന്ന് വെറുതെ നമ്മൾ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്ത് പോയിട്ട് ഒരു കാര്യമില്ല. മെയിനായിട്ട് ഡയറ്റ് പ്ലാൻ, നല്ല ഒരു ഫുഡിന് ഡയറ്റ് പ്ലാൻ കഴിക്കണം മെയിനായിട്ട്. പിന്നെ വെള്ളം മസ്റ്റ്. എനിക്ക് മെയിനായിട്ട് വരാനുള്ള വെള്ളമാണ്. ഒരു ദിവസം ഒരു പരമാവധി 4 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പം തന്നെ നമ്മുടെ സ്കിന്നായാലും ബോഡി ആയാലും ഹൈഡ്രേറ്റ് ആയിട്ട് വരും. ഇപ്പം ഞാൻ ഭയങ്കര അലർജിക് ആയിട്ട് ആളാണ്. എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഫുഡ് ഐറ്റംസും അലർജി ഉണ്ട്, മെഡിസിൻസ് ആയാലും അലർജി ഉള്ള ആളാണ്. പക്ഷെ ഞാൻ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് ഈ ഡയറ്റ് പ്ലാൻ വെച്ചിട്ടാണ്. നമുക്ക് പറ്റിയ ഫുഡ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. മൾട്ടി വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് പിന്നെ അതിലൂടെ പോകും. പിന്നെ ഞാൻ ബോഡി ബിൽഡിങ്ങിലല്ല ഇറങ്ങിയത്, ഞാൻ ഫിസിക്കായിരുന്നു. അതെ, വുമൺസ് ഫിസിക്കാണ്. 2 കാറ്റഗറി ഉണ്ട്. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ മസിൽ ക്വാളിറ്റി നോക്കിയിട്ട് കൊടുക്കുന്ന ഇതായിരിക്കും. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിന്റെ സ്ട്രക്ചർ മാറാണ്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു, അതെ അതെ, മെയിനായിട്ട് നമ്മുടെ ആ ഒരു ലേഡീസിന്റെ ആ ഒരു ഭംഗി പോവാണ്ട് ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരണം. ഇതിപ്പോ അയ്യോ ഇവിടെ അവിടെ പോയി എന്ത് വാങ്ങിയിട്ടാ വന്നേ, അവളൊന്നും കാണുന്നില്ല എന്നുള്ള എല്ലാവർക്കും ഒരു മൈൻഡ് ഉണ്ടാവും. ഇതാണ് ഇപ്രാവശ്യം ഇന്ത്യ അടിച്ചതിന്റെ ടൈറ്റിൽ അടിച്ചതിന്റെ ട്രോഫി. അതിൻ്റെ തന്നെ മെഡല് ടൈറ്റിൽ അടിച്ചതിന്. ഇത് ഇപ്രാവശ്യം മലപ്പുറത്ത് ടൈറ്റിൽ അടിച്ചതിൻ്റെ ട്രോഫിയാണ്. പിന്നെ ഒരുപാട് ട്രോഫിയും കാര്യങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് ട്രോഫിയും കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെ വീട്ടിലും കാര്യങ്ങളാണ്. എൻ്റെ വീട്ടിലധികം വെക്കലില്ല. ഇതിപ്പോൾ ഇപ്രാവശ്യം ഇവിടെ വന്നുകൊണ്ടാണ് ഇവിടെ കുറച്ച് ട്രോഫി ഇവിടെ ഇരുന്നത്. ബാക്കി കഴിഞ്ഞതിന് മുന്നത്തെ വർഷത്തേക്ക് അവിടെയാണ്. നമുക്ക് ബാക്കിയൊന്നും കാണിക്കാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് മലപ്പുറത്താണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്, പരപ്പനങ്ങാടി പറഞ്ഞിട്ട് നമ്മുടെ സലൂണിൻ്റെ പേര്. ഞാൻ സലൂണിൽ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സലൂണിൻ്റെ പേര് പോക്സി എന്നാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അധികം സപ്പോർട്ട് ഉണ്ടാവാത്ത, എല്ലായിടത്തും അങ്ങനെ ആണ്. അവരുടെ വർക്ക് കാര്യങ്ങളായിരിക്കും മെയിൻ. നമ്മുടെ ഓണേഴ്സ് സത്യം പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് കട്ട സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ഇവിടേക്ക് എത്താൻ പറ്റിയത്. അതുകൊണ്ട് അവരുടെ അടുത്തും ഭയങ്കരമായിട്ട് താങ്ക്സ് പറയുന്നുണ്ട്. മെയിനായിട്ട് പറയാം, ഗേൾസിനോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഈ കാലത്ത് അവരിത് പറയും അത് പറയും എന്ന് വെച്ചാൽ ഒരിക്കലും നിൽക്കരുത്. നമുക്ക് എന്താണോ ശരി തോന്നുന്നത് അത് മാത്രം ചെയ്യുക. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഈ മാസം 5 വർഷം തികയാണ്. 21 വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആയാലായിക്കോട്ടെ, വേറെ ആരുടെ ഹസ്ബൻഡ്, നമ്മുടെ കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാം. അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, അത് നമ്മുടെ മാറ്റർ അല്ല. നമ്മൾ കാര്യം പറയാം, നമുക്ക് ഇങ്ങനെ ആവാനാണ് ആഗ്രഹം. നമ്മുടെ ആഗ്രഹങ്ങൾ അമ്മയും അച്ഛനും പറയും കല്യാണം കഴിഞ്ഞിട്ട് എന്തും ആയിക്കോ. പക്ഷെ കല്യാണം കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറയാം, അമ്മയും അച്ഛനുമാരാണ് ഏറ്റവും വലിയ തെറ്റിയുന്നത്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതും ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇനിയുള്ള തലമുറയെങ്കിലും അത് ചേഞ്ച് ആക്കി കൊണ്ടുവരണം. അച്ഛനും അമ്മയെ കൂടെ ഇനി കുറച്ചൊക്കെ ഒരു മെച്യൂരിറ്റി. അതെന്ന് വെച്ചാൽ പണ്ടുള്ള ആൾക്കാർ ഇപ്പോഴും ആ ഒരു ഇതൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. എല്ലാവരും നല്ലപോലെ ഹെൽത്തി ആയിട്ടിരിക്കുക മെയിനായിട്ട്. എന്നുവെച്ചാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഫാറ്റ് ഫുഡ് കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഓരോ ഫുഡ്സിലും നമുക്ക് ഓരോ എന്താ പറയുക അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളൊക്കെ എത്രയോ കൂടിയോണ്ടിരിക്കുകയാണ്. വർക്കൗട്ട് ചെയ്ത് ഇതൊക്കെ ഇല്ലാതാക്കാവുന്നേ ഉള്ളൂ.
പക്ക വർക്കൗട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. എനിക്ക് വേറെ ഒന്നുമില്ല, ഒരുപാട് നമ്മൾ ഫാറ്റ് ഫുഡും കാര്യങ്ങളും കഴിക്കാണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സും നാച്ചുറലായിട്ട് വീട്ടിലൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ട് ചീരയോ കറികളൊക്കെ ഉണ്ടാക്കി വെച്ച് അതൊക്കെ കഴിക്കുക. ഇതെൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ പേര് രാധാകൃഷ്ണൻ. അച്ഛൻ ഫാർമറാണ്. ഇത് അമ്മ ഉഷ. അമ്മ വീട്ടിൽ ഹൗസ് വൈഫാണ്. അതെൻ്റെ ചേച്ചി സിസ്റ്ററാണ്. സിസ്റ്റർ പേര് രേഖ. ആള് ഹൗസ് വൈഫാണിപ്പോൾ. ആൾ ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ആളെ കെട്ടിച്ചിരിക്കുന്നത് മണ്ണാർക്കാട് തന്നെയാണ്. ആളുടെ പേര് മുരളി എന്നാണ്. ഹസ്ബൻഡിൻ്റെ പേര് മുരളീധരൻ. മക്കള് ഒരാളേ ഉള്ളൂ, അദ്രിനാഥ് എന്ന പേര്. അത് ബ്രദറിൻ്റെ വൈഫാണ്. ബ്രദറിൻ്റെ ബേബി ഹർഷ എന്ന പേര് ആളുടെ. ദേവഭദ്ര മോളുടെ പേര്. അത് മദറിൻലോ ആണ്. പേര് ബിന്ദു. അച്ഛൻ വന്നിട്ടില്ല, അച്ഛൻ ചെറിയ വർക്കിലാണ്, അപ്പോൾ എത്തിയിട്ടില്ല. അച്ഛൻ്റെ പേര് കുജലരാജൻ എന്നാണ്. അത് ഹസ്ബൻഡാണ്. ഹസ്ബൻഡിൻ്റെ പേര് ദിനേശ്. ആള് ആംബുലൻസ് ഡ്രൈവറാണ്, പിന്നെ ജിമ്മിൽ ട്രെയിനറും കൂടിയാണ്. പിന്നെ അത് ബ്രദറാണ്, മൂത്താള്. ആള് പേര് രതീഷ്. ആള് മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. എൻ്റെ പേര് ഹർഷ. എൻ്റെ വീട് 3 ഏക്കറാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ഹരിദാസൻ, അമ്മയുടെ പേര് ശൈലജ. എനിക്കൊരു ഏട്ടനും ചേച്ചിയുണ്ട്, ഹരീഷും ജലജ. പിന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക. എൻ്റെ പേര് രേഖ. എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ തച്ചമ്പാറക്കാർ സ്വന്തം മധുരമിഠായി എന്ന് പറഞ്ഞ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്നെ ഇത്രയും എന്താ പറയുക, ഇതുവരെ ഒരു ചാനലും വന്ന് ഇൻ്റർവ്യൂ കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ മധുരമിഠായിയാണ് എന്ന് പറഞ്ഞ ചാനലാണ് നമ്മളെ വന്ന് സപ്പോർട്ട് ചെയ്തതും കാര്യങ്ങളും എൻ്റെ ഫാമിലിനെ പരിചയപ്പെടുത്താൻ പറ്റിയത്. എല്ലാവരുടെ പേരിലും എന്തായാലും നന്ദി പറയുന്നു മധുരമിഠായിക്ക്. അത് മാത്രമല്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ മധുരമിഠായി എന്ന ചാനൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെങ്കിൽ നോക്കുക. നല്ല വീഡിയോസും കാര്യങ്ങളും കണ്ടൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേജാണ്, അപ്പോൾ നോക്കുക. പിന്നെ ലേഡീസിനോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ വീട്ടിൽ അടഞ്ഞുകൂടി ഇരിക്കാണ്ട് പുറത്ത് ലോകം കാണാൻ ഇറങ്ങുക. ആരും എന്തായാലും ഉന്തിത്തള്ളി എവിടേക്കും കൊണ്ടുപോയില്ല. നമ്മളായിട്ട് ഇറങ്ങിയാലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ ഓട്ടോമാറ്റിക് വരും. നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ മതി, ബാക്കി എല്ലാവരും ബാക്കിലുണ്ടാവും.